സാറേ, എനിക്കൊരു കത്തുണ്ടായിരുന്നു. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ, ബാക്കി വെച്ച കഥകൾ, കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി. നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അഞ്ചലോട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. അഞ്ചലോട്ടത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നമുക്കൊപ്പം ചേരുന്നത് പടിഞ്ഞാറത്തറ 16 മൈൽ സ്വദേശി ഉലഹന്നാനാണ്. ഒരുപാട് വർഷക്കാലം പോസ്റ്റ്മാനായി ജോലി ചെയ്തതിനു ശേഷം മാനന്തവാടി ബ്രാഞ്ചിൽ മെയിൽ ഓവർസിയറായി ജോലി ചെയ്യുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഹൃദയസ്പർശിയായ ഓർമ്മകളും അനുഭവങ്ങളും കേൾക്കാം ഇന്നത്തെ അധ്യായത്തിലൂടെ. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റ്ലിയുടെ അഞ്ചലോട്ടം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം എവിടെയാണ് എന്നൊക്കെ. സ്ഥലം പടിഞ്ഞാറത്തറ 16 മൈലിലാണ്. എന്റെ പേര് ഉലഹന്നൻ എന്നാണ്. മാനന്തവാടിയില് പോസ്റ്റ്മാൻ ആയിട്ട് ആദ്യം വർക്ക് ചെയ്തിരുന്നു. ഇപ്പം പ്രൊമോഷനായി മെയിൽ ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു പോസ്റ്റൽ മേഖലയിലേക്ക് എത്തപ്പെട്ട സാഹചര്യം എന്താണ് എന്നൊന്ന് പറയാമോ? എത്ര കാലമായി ഈ ഒരു ജോലി തുടങ്ങിയിട്ട്? ഞാൻ ഇപ്പോ 30 വർഷത്തിന് മുകളിലായി പോസ്റ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ആദ്യം GDS ആയിട്ട് വർക്ക് ചെയ്തു. ഗ്രാമീണ ഡാക് സേവക് എന്ന രീതിയിൽ പോസ്റ്റൽ ഡെലിവറി സ്റ്റാഫായിട്ടാണ് പുതുശ്ശേരിക്കടവ് പോസ്റ്റ് ഓഫീസിലാണ് ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത്. അവിടുന്ന് 10 വർഷത്തിന് മുമ്പായിട്ട് പോസ്റ്റ്മാൻ പരീക്ഷ എഴുതി തലശ്ശേരി മേഖലയിൽ പത്തായക്കുന്ന് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്തു. അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് മാനന്തവാടി പോസ്റ്റ് ഓഫീസിലേക്ക് പോസ്റ്റ്മാനായിട്ട് വന്നു. 10 വർഷത്തെ സീനിയോറിറ്റിന് ശേഷം മെയിൽ ഓവർസിയറായിട്ട് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ഇപ്പം പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്തു. പോസ്റ്റ്മാനായിട്ട് എത്ര വർഷം ഉണ്ടായിരുന്നു? പോസ്റ്റ്മാനായിട്ട് GDS മേഖലയിൽ 9 വർഷവും പോസ്റ്റ്മാനായിട്ട് 12 വർഷവും ഉണ്ടായി. ഇപ്പോ 3 വിഭാഗങ്ങളിലായി ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുകയാണല്ലോ. ഏറ്റവും കൂടുതൽ എളുപ്പമായിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നത് ഏത് വിഭാഗത്തിൽ ജോലി ചെയ്തപ്പോഴായിരുന്നു? ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്നത് പോസ്റ്റ്മാൻ വിഭാഗത്തിൽ തന്നെയാണ്. പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്ത സമയത്താണ് നമുക്ക് ഏറ്റവും സന്തോഷവും നല്ല ഫ്രീ ആയിട്ട് ആളുകളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ബന്ധപ്പെടാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഏറ്റവും നല്ലത് പോസ്റ്റ്മാൻ മേഖല തന്നെയാണ്. ഈ ഒരു മേഖല ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തതാണോ അതോ ആ സമയത്ത് ഒരു ജോലി എന്ന രീതിയിൽ തെരഞ്ഞെടുത്തതായിരുന്നോ? ആദ്യം നമുക്കൊരു ജോലി എന്ന നിലയിലായിരുന്നു കയറിയത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മാൻ മേഖല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പോസ്റ്റ്മാൻ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അനുഭവങ്ങളൊക്കെ നല്ല നല്ല ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടായി. ഇപ്പോഴും ആണെങ്കിലും പല സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടും ആ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ എല്ലാം ഇപ്പോഴും നമ്മളെ വിളിക്കുകയും പല കാര്യങ്ങൾ അന്വേഷിക്കുകയും ചോദിക്കുകയും ഉണ്ട്. ആ ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ട്. അന്ന് ജോലി തുടങ്ങിയ ഒരു സമയത്തെ തപാൽ രീതികളും ഇന്നത്തെ രീതികളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നല്ലോ. തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് ശരിക്കും അന്നായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് കത്തുകളൊക്കെ കൂടുതലുണ്ടായിരുന്നത്. കാരണം അന്ന് വിദേശത്തു നിന്നൊക്കെയുള്ള കത്തുകളൊക്കെ ഒരുപാട് കത്തുകളുണ്ടായിരുന്നു. അന്നിപ്പം ഇതില്ല, ഫോണിന്റെ അഭാവം കുറവായതുകൊണ്ട് കത്തുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്നൊക്കെ ഒരുപാട് പേര് കത്തുകൾ അയക്കുകയും നമ്മളെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വിദേശത്ത് നിന്ന് കത്ത് വരുന്നത് കാത്തിരിക്കുന്നത് ഒത്തിരി പേരുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട്. ഞാൻ ഒരു കത്തും കൊണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടുകാര് എന്നെ കുറിച്ച് ഇങ്ങനെ കത്ത് അവരെങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ പുറത്തുനിന്ന് കേൾക്കുന്നു. അങ്ങനെ പോസ്റ്റ്മാനെ കണ്ടില്ലല്ലോ, നമുക്കിത് വരാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പുറത്തോട്ട് കേട്ടുകൊണ്ടാണ് കയറിട്ടത്. അപ്പൊ പെട്ടെന്ന് എന്നെ കാണുമ്പോൾ ഞാനിങ്ങനെ അവര് പ്രതീക്ഷിച്ച അതേ കത്ത് തന്നെ അവർക്കൊരു സാമ്പത്തികമായിട്ടെന്തോ ആവശ്യമായിരുന്നു, ഡ്രാഫ്റ്റ് കിട്ടേണ്ട കാത്തിരിക്കുകയായിരുന്നു. കറക്റ്റ് ആ സമയത്ത് ഞാൻ കയറി ചെല്ലുന്നു, അത് കിട്ടുന്നു. അവർക്ക് ഭയങ്കര അത്യധികമായ സന്തോഷം അവരുണ്ടായി.
അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാലഘട്ടം അങ്ങനെയായിരുന്നു. കാരണം അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പൊ പോസ്റ്റ്മാന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ ശരിക്കും പോസ്റ്റ്മാനെ കാത്തിരിക്കേണ്ട ഒരു കാലഘട്ടം ഇല്ല. കാരണം കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെയുള്ള കത്തുകൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ലെറ്റേഴ്സ് ഇപ്പൊ ഇല്ലല്ലോ, വളരെ കുറഞ്ഞു. ഇപ്പൊ മറ്റ് ഈ പറഞ്ഞ മേഖലകളിൽ ബുക്ക് പോസ്റ്റുകളും മറ്റ് പാർസലുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി. കമ്മ്യൂണിക്കേഷൻ ലെറ്റർ പണ്ടത്തെ അത്ര ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു മാറ്റം ഇപ്പോഴുണ്ട്. ഇപ്പോ ഒരു ഓർമ്മ പറഞ്ഞല്ലോ, അതേപോലെ മനസ്സിനെ സ്പർശിച്ച മറ്റേതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുപോലത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് മറ്റൊന്ന്, ഇപ്പൊ ഞാൻ തട്ടാക്കുന്ന മാവിലെ വർക്ക് ചെയ്തപ്പോ അവിടെ നമ്മുടെ ഈ പറഞ്ഞ പോലെ പെൻഷൻ വാങ്ങിക്കുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു പ്രായം ഒരു അമ്മ, അപ്പൊ അവർക്ക് മാസം പെൻഷൻ വാങ്ങാൻ ഞാൻ കാത്തിരിക്കും. അപ്പൊ ഞാൻ വരുന്നത് നോക്കിയിരിക്കും. എനിക്ക് വേണ്ട ചോറ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം വരെ അവർ കരുതി വെച്ചിരിക്കും. അപ്പം അന്നേ ദിവസം ഞാനിങ്ങനെ പെൻഷൻ വാങ്ങി വന്നു കഴിഞ്ഞപ്പം ആ അമ്മയ്ക്ക് ഒത്തിരി സങ്കടങ്ങൾ പറയാനുണ്ടായിരുന്നു. കാരണം മക്കളെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ എന്നെ സാധാരണഗതിയിൽ ആരോടും പറയാത്തത് പോസ്റ്റ്മാൻ എന്ന നിലയ്ക്ക് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ആ സങ്കടങ്ങൾ മുഴുവൻ എന്നോട് തുറന്നു പറഞ്ഞു. കാരണം അത്രയ്ക്കും ആ ഒരു അറ്റാച്ച്മെന്റ്, കാരണം പോസ്റ്റ്മാൻ എന്ന നിലയ്ക്ക് മാത്രമായിരുന്നില്ല, അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു അന്നത്തെ ആ അവസ്ഥയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നോട് അത്രയും കാര്യമായിട്ട് തുറന്നു പറഞ്ഞു. എനിക്ക് ഇപ്പോഴും അത് എന്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ട്. ആ അമ്മയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം പെൻഷൻ അവർക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പൊ ആ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ ശേഷം വീട്ടിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ, കാരണം അവരുടെ മക്കള് നോക്കാതെ ഒരവസ്ഥയും, ഈ പെൻഷൻ വന്നു കഴിഞ്ഞാൽ പെൻഷൻ അവർ വാങ്ങിക്കൊണ്ട് പോകും, അവസാനം അവർക്കൊന്നും കിട്ടാത്ത സാഹചര്യം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞ ആരോടും പുള്ളിക്ക് എന്നെ കണ്ടുകൊണ്ട് എന്നോട് തുറന്നു പറഞ്ഞു. അവർക്ക് ആ സങ്കടം പറയാതൊരു ഇതുണ്ടായി. അതാണ് അവർക്ക് ഏറ്റവും വലിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹൃദയത്തിൽ തട്ടിയ ഒരു അനുഭവമായിരുന്നു. ഇപ്പോ ശരിയാണ് പറഞ്ഞത്. വീടുകളിലൊക്കെ നമ്മൾ കത്തുമായി എത്തുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഒരു ആത്മബന്ധം ഈ പോസ്റ്റ്മാൻമാരുമായിട്ട് ഉണ്ടായിരുന്നു. കത്തുകളുടെ എണ്ണം ഇപ്പൊ കുറഞ്ഞു, അല്ലെങ്കിൽ കത്തുകളുടെ രീതികൾ മാറി. ഇപ്പൊ ആ ഒരു ആളുകളുടെ പോസ്റ്റ്മാനെ കാത്തിരിക്കുന്ന ആ ഒരു ആകാംക്ഷയില് കുറവ് വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അതെ അതെ, അത്രയും ഇപ്പൊ അങ്ങനെ ഒരു പോസ്റ്റ്മാനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. കാരണം ഇപ്പം കമ്മ്യൂണിക്കേഷൻ മുഴുവനും ഫോണിൽ കൂടിയായി. പിന്നെ അവർക്ക് കാത്തിരിക്കേണ്ട അവസ്ഥ എന്തെങ്കിലും ഈ പറഞ്ഞ ജോബ് എംപ്ലോയീസ് അങ്ങനെയുള്ള ആളുകൾ മാത്രം എന്തെങ്കിലും പോസ്റ്റിംഗ് ഓർഡർ മറ്റു കാര്യങ്ങളും വരാനുള്ളവർ മാത്രം അത്രയും ഒരു കാര്യമായിട്ടിരിക്കും. പക്ഷെ അതും ഉണ്ടെങ്കിൽ അവർ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞ് ആ രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഒരവസ്ഥയുള്ളൂ. അപ്പൊ അത്രയ്ക്കൊരു പണ്ടത്തെ ആ ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ല. അതുപോലെ ഈ കഠിനമായ വേനൽ വരുമ്പോ അല്ലെങ്കിൽ മഴ വരുമ്പോ ഒക്കെ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഏതെങ്കിലും ഏരിയയിൽ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നോ പണ്ട് കാലത്ത്? പണ്ട് കാലത്ത് വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മള് ഈ പറഞ്ഞ പോലെ ഒത്തിരി നനഞ്ഞും പറക്കിയൊക്കെ പല സ്ഥലത്തും പോയി കത്ത് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ഈ പറഞ്ഞ പോലെയാണ് വലിയൊരു അന്നൊക്കെ കുടയൊക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റ്മാർക്ക് നല്ല വലിയ കുടയൊക്കെ തരുമായിരുന്നു. ഇപ്പം ഡിപ്പാർട്ട്മെന്റ് വരെ അത്തരം കുടകളൊന്നും ഇപ്പൊ സപ്ലൈ ചെയ്യുന്നില്ല. ചെറിയ കുടയാണ്. ഇപ്പം സാധാരണ മടക്കുന്ന കുട പോലത്തെ കുടയാണ് ഇപ്പോൾ കത്തത്. ആദ്യകാലത്തൊക്കെ നല്ല ബലമുള്ള വലിയ വലിപ്പമുള്ള കുടയൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. ഡിപ്പാർട്ട്മെന്റ് തന്നെ ആ രീതിയിലേക്ക് മാറി. കുടകളൊക്കെ ചെറിയ കുടകളാക്കുന്നു. അപ്പൊ ഒത്തിരി വേനൽക്കാലത്തെ പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ ചൂടിന്റെ പ്രശ്നമേ ഉള്ളൂ. അതിപ്പം ഞാൻ പത്തായിരത്തി സമയത്ത് വർക്ക് ചെയ്ത സമയത്തൊക്കെ അവിടെ കൊടും ചൂടാണ്. കണ്ണൂർ ജില്ലയില് കൊടും ചൂടിന്റെ സമയമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളമൊന്നും തികയൊന്നുമില്ല. കൃത്യമാതിരി വെള്ളം കുടിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. പിന്നെ അവിടെയും നമുക്ക് പറഞ്ഞ ആളുകൾ നമ്മളെ വിളിച്ചിരുത്തി വെള്ളം തരികയും അതുപോലെ ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് വിളിച്ചിരുത്തി നമുക്ക് തരും. പോസ്റ്റ്മാൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എപ്പോഴാണെങ്കിലും എവിടെ വേണേലും എന്ത് കല്യാണങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും പോസ്റ്റ്മാനെ ക്ഷണിക്കും. പോസ്റ്റ്മാൻ അവിടെ പോകും. അവരോട് അതിനുവേണ്ടി അതൊരു പ്രത്യേകതയാണ്. നമ്മൾ പ്രത്യേകിച്ച് വയനാട്ടിലേക്കാളും കൂടുതൽ നാട്ടിൽ അങ്ങനെയുള്ളൊരിതുണ്ട്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും പോസ്റ്റ്മാൻ അവിടെ ഒരു അമ്പലത്തിലെ ഉത്സവം വന്നു കഴിഞ്ഞാൽ ഉത്സവത്തിൽ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ വിളിച്ച് അത് നമുക്ക് വേണ്ടി പ്രത്യേക അവിടെ ഭക്ഷണം തന്നിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നാട്ടിലുണ്ട്. വയനാട്ടില് പിന്നെ ഇച്ചിരി കൂടി കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങളിലൊക്കെ. ആദ്യമായിട്ട് ജോലി ലഭിച്ചത് എവിടെയായിരുന്നു?
ആദ്യമായിട്ട് ഞാൻ പുതുശ്ശേരിക്കളവ് പോസ്റ്റ് ഓഫീസിലാണ്. അതെ. അത് കഴിഞ്ഞ് ഈ കണ്ണൂരേക്ക് പോയപ്പോൾ അവിടെയുള്ള മേൽവിലാസങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഏരിയ മനസ്സിലാക്കി കത്ത് എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടിയിരുന്നില്ല? അതിനെങ്ങനെയാണ് തരണം ചെയ്തത്? അത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പക്ഷെ അന്ന് നമ്മുടെ ആ പഴയ അവിടെ വർക്ക് ചെയ്ത ആളുടെ സഹായം നമ്മൾ തേടും. അവരുടെ അടുത്തുനിന്ന് അവരുടെ ഫോൺ നമ്പറുകളും മറ്റു ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യും. അവരുടെ ആ ലൊക്കേഷൻ ഏരിയയൊക്കെ അവര് കുറച്ച് ദിവസം നമ്മൾ അവരോടൊപ്പം നമ്മൾ കൂട്ടും. നമ്മൾ അവർക്ക് ഉള്ള ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ വഹിച്ചു കഴിഞ്ഞാലും അവരെ കുറച്ച് ദിവസം നമുക്ക് ഈ ഏരിയ പരിചയപ്പെടുത്താനും വീടുകൾ പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് നമ്മൾ അവരോടൊപ്പം കൂട്ടിയിട്ട് അവരെയും കൂടി കൂട്ടിക്കൊണ്ട് പോയിട്ടാണ് നമ്മൾ ആദ്യം ഏരിയ പരിചയപ്പെടുന്നത്. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം കിട്ടി കുറെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ള ആളുകളോട് ചോദിച്ചാ പോവുക. നമ്മളിപ്പം പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇപ്പോൾ നമുക്ക് റേഷൻ കടകള്, അംഗൻവാടി, ഹെൽത്ത് സെന്ററുകൾ അങ്ങനെയുള്ള അടുത്തു നിന്നൊക്കെ നമുക്ക് ഈ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവരോട് അങ്ങനെ ചോദിച്ച് അഡ്രസ്സുകൾ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഒരു മാസത്തെ മുകളിൽ പിടിക്കും നമുക്ക് ആ ഏരിയകള് ആ വീടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട്. ഇപ്പൊ മെയിൽ ഓവർസിയർ ആയിട്ട് ജോലി ചെയ്യുന്നത് എവിടെയാണ്? ഇപ്പൊ മെയിൽ ഓവർസിയറായിട്ടാണ് ജോലി ചെയ്യുന്നത്. എവിടെയാണെന്ന് പറയാമോ? മാനന്തവാടി തന്നെ. മാനന്തവാടി പോസ്റ്റൽ ഇൻസ്പെക്ടർ ഓഫീസില് മെയിൽ ഓവർസിയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഒരു പോസ്റ്റ്മാനിൽ നിന്ന് മെയിൽ ഓവർസിയർ ആയപ്പോ വന്ന ഉത്തരവാദിത്തങ്ങളിലുള്ള മാറ്റങ്ങൾ, ജോലിയെ കുറിച്ചൊന്ന് പറയാമോ? പോസ്റ്റ്മാൻ മെയിൽ ഓവർസിയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം മെയിൻ ഒന്ന് ബ്രാഞ്ച് ഓഫീസുകളുടെ ഇപ്പം ഇൻസ്പെക്ഷൻ അവിടുത്തെ 3 മാസം കൂടുമ്പോൾ അവിടുത്തെ കണക്കുകളും റെക്കോർഡുകളും എല്ലാം പരിശോധിക്കുന്ന ചുമതലയാണ് മെയിൽ ഓവർസിയർ എന്ന മെയിനായിട്ട് വരുന്നത്. പിന്നെ അതുകൂടാതെ ഈ മെയിൽ കൺവെൻസ് ഇതുപോലെ പാർസൽസ്, എക്സാമിന്റെ പാർസലുകൾ, അതുപോലെ മറ്റുള്ള ബിസിനസ് കാര്യങ്ങൾ. ഇപ്പം കുറെ ബിസിനസ് പുതിയത് വരുന്നുണ്ട്. പുതിയ മേഖലകൾ വന്നപ്പം ഒത്തിരി പോസ്റ്റൽ ഇൻഷുറൻസ്, അതുപോലെ പോസ്റ്റൽ അക്കൗണ്ടിന്റെ ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിസിനസ്സൊക്കെ പിടിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതൊക്കെ മെയിൽ ഓവർസിയറുടെ ഒരു ചുമതലയിലേക്ക് വന്ന കാര്യങ്ങളാണ് പുതിയതായിട്ട് വന്നപ്പോൾ. ഈ ഒരു പുതിയ തലമുറയ്ക്ക് ഈ തപാൽ സംവിധാനങ്ങളെ കുറിച്ച് അറിവ് കുറവാണ് എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അത് വേണ്ട വിധത്തിൽ അവർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പുതിയ തലമുറയ്ക്ക് പോസ്റ്റ് ഓഫീസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിവ് കുറവ് തന്നെയാണ്. നമുക്ക് ഇപ്പം ചില സ്ഥലത്ത് സ്കൂളുകളിലൊക്കെ കുട്ടികളെ കൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കാനും അവിടെ വന്നിട്ട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലൊക്കെ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം PTIയിലെ സ്റ്റുഡൻസ് എല്ലാം കൂടി അവിടെ വന്നു ഇതിനെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അവർ വന്നിട്ട് പോസ്റ്റ് ഓഫീസിന് മാനന്തവാടി വന്ന് അവര് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനെറ്റിന്റെ വില എത്രയാ, അല്ലെങ്കിൽ ഒരു ഇല്ലന്റ് ഒരു കാർഡ്, പോസ്റ്റ് കാർഡ് ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. കാരണം അവർക്ക് അതേക്കുറിച്ചൊന്നുള്ള ഒരു ബോധം ഇപ്പോഴും പുതിയ തലമുറയ്ക്കില്ല. അപ്പൊ അത്തരം പഴയ തലമുറ പോലെ പുതിയ തലമുറയ്ക്ക് ഇതേക്കുറിച്ചൊന്നും അറിവില്ല. അപ്പൊ അറിയണം എന്നുള്ളൊരു താല്പര്യം പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോ എനിക്കറിയാം, ഒരു കത്ത് അയക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടി കത്തിന്റെ മുകളിൽ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ട് വന്നിട്ട് പോസ്റ്റ് ചെയ്തു. റവന്യൂ സ്റ്റാമ്പ് എന്തിനാ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അപ്പോ അതിന്റെ കത്തിന്റെ മുകളിൽ ഒട്ടിക്കുന്ന സ്റ്റാമ്പ് എന്താ എന്ന് അറിയില്ലാത്ത ഡിഗ്രിക്കാരനാണ്, ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണ്. ഞാൻ അത് ചോദിച്ചിട്ട് അവനോട് ചോദിക്കുകയും ചെയ്തതാ, ഇതിന്റെ റവന്യൂ സ്റ്റാമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ലേ? അതാണ് റവന്യൂ സ്റ്റാമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, പോസ്റ്റ് ഓഫീസിന്റെ കത്തിന്റെ മുകളിൽ ഒട്ടിക്കുന്നത് എന്താണ്, അത് അവർക്ക് അറിയില്ല. അതാണ് ഡിഗ്രി വരെ പഠിച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് ബോധ്യം ഇല്ലാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരുപാട് 30 വർഷവും 40 വർഷവും ഒക്കെ ജോലി ചെയ്ത പോസ്റ്റ്മാൻമാരെ പരിചയപ്പെടുത്തുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ, ജോലി ചെയ്യുമ്പോൾ അവർ ഏറ്റവും സംതൃപ്തിയോടെയാണ് ചെയ്യുന്നതെങ്കിലും അത് കഴിഞ്ഞ് റിട്ടയർ ആയി കഴിയുമ്പോൾ അവർക്ക് വേണ്ട യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? അത് ചില നമ്മളെ ഗ്രാമീണ ടാക്സ് GDS മേഖലയിൽ ഇപ്പം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവര് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആകെപ്പാടെ കിട്ടുന്നത് 1.5 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി അതാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ പെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ പിന്നെ പെൻഷന്റെ കാര്യം മൊത്തത്തിലില്ല. കാരണം ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മറ്റേ കമ്പ്യൂട്ടർ പെൻഷൻ ആയിട്ട് വന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അതിന് 10 വർഷമെങ്കിലും സർവീസ് ഉള്ളവർക്ക് ചെറിയ പൈസയെ വരുന്നുള്ളൂ, പെൻഷനായിട്ട് കിട്ടുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ വർഷം ഉള്ളവർക്കാണെങ്കിലും ഒരു പെൻഷന്റെ ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ലല്ലോ. എത്ര രൂപ കിട്ടും എന്നുള്ള രീതിയിൽ വരുന്നില്ല. പഴയ ഓൾഡ് പെൻഷൻ സ്കീമിൽ പെട്ടവർക്ക് മാത്രമാണ്, ഡിപ്പാർട്ട്മെന്റിൽ പെട്ടവർക്ക് മാത്രമാണ് ഇപ്പോഴും ഒരു പെൻഷൻ ഉറപ്പുള്ളൂ.
ബാക്കിയുള്ളവർക്ക് പെൻഷൻ എന്ന് പറയുന്നത് എത്ര രൂപ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഉറപ്പില്ല. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരനാണെങ്കിൽ പിന്നെ അവന് കിട്ടുന്ന ഒരു എന്തായാലും റിട്ടയർമെന്റ് സമയത്ത് ഒരു സംഖ്യ എല്ലാം കൂടി മൊത്തത്തിൽ കിട്ടും. അതുകൊണ്ട് അതെല്ലാം ഡെപ്പോസിറ്റ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അവന് ജീവിക്കാൻ പറ്റും. ഗ്രാമീണ മേഖലയിലുള്ള ഗ്രാമീണ ഡാക് സേവകത്തിന് കിട്ടുന്ന തുച്ഛമായ തുകയാണ് കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുമല്ല തുറന്നുള്ള ജീവിതം ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. കൂടുതൽ പലതര ഗവൺമെന്റുകൾ മാറി വന്നു കഴിഞ്ഞാലും അവര് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ സാലറിയിൽ അവർ വർക്ക് എല്ലാം പോസ്റ്റ്മാന്റെ വർക്കും GDS മേഖലയിലോ ചെയ്യുന്നവരോ വർക്കെല്ലാം ഒന്ന് തന്നെയാണെങ്കിലും അവരോ ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കാനും ഇതുവരെയുള്ള ഒരു ഗവൺമെന്റും തയ്യാറായിട്ടില്ല. സാറിന്റെ കുടുംബത്തെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താമോ? ഈ ജോലിയോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണോ ഉള്ളത്? എന്റെ ഭാര്യ ആദ്യം കുറെ കാലമായിട്ട് പാലിയേറ്റീവ് നഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ PTS ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ മക്കളാണെങ്കിൽ രണ്ടാൺകുട്ടികളാണ്. പേര് ഒരാള് നേഴ്സാണ്. അവൻ KCC മെഡിക്കൽ കോളേജ് ഗുൽബർഗ. അവനും അവന്റെ ഭാര്യയും വർക്ക് ചെയ്യുന്നു നഴ്സുമാരായിട്ട്. പിന്നെ മൂത്തവൻ അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അവന്റെ ഭാര്യ നേഴ്സാണ്. അവര് രണ്ടുപേരും അയർലൻഡില് ആണ് വർക്ക് ചെയ്യുന്നത്. അത് അങ്ങനെ ഞാൻ ഭാര്യ മാത്രമേ ഉള്ളൂ വീട്ടില്. സുഖമായിട്ട് പോകാം. ഞങ്ങൾ ജോലിയായിട്ട് സഹകരിച്ച് പോകുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും. അപ്പൊ ഒരുപാട് സന്തോഷം. തിരക്കിലാണ് എന്നറിയാം. എങ്കിലും റേഡിയോ മാറ്റിലിയിലേക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ഏറെ സ്നേഹം, നന്ദി അറിയിക്കുകയാണ്. തുടർന്നുള്ള കർമ്മമേഖലയിലും ഒരുപാട് പ്രവർത്തനങ്ങൾ സാറിന് ചെയ്യാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. അഞ്ചലോട്ടത്തിലൂടെ ഇന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത് പടിഞ്ഞാറത്തറ 16 മൈൽ സ്വദേശി ഉലഹന്നനാണ്. ഒരു ദേശത്തെ അക്ഷരങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ബന്ധിപ്പിക്കുന്ന തപാൽ ഓഫീസിലെ കഥകളുമായി വീണ്ടും അടുത്തയാഴ്ച അഞ്ചലോട്ടം. നന്ദി, നമസ്കാരം. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. पुष्पा कुमारी. आपका